അപ്പോൾ ഇന്ന് നമ്മളെൻ്റെ കുഞ്ഞനിയത്തിക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നേരത്തെ ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചേക്കും, പക്ഷെ എത്ര തന്നെ സമയം ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ നേരം വയ്ക്കും. അപ്പോൾ നമ്മൾ അതിലെ നടക്കുമ്പോൾ അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് ആണ്. ഫ്രീ ആയിട്ട് വാങ്ങണ ഒരിക്കലും നോ പറയാൻ പാടില്ലല്ലോ അല്ലേ. പിന്നെ നമ്മൾ നേരെ നൈക്കിയെ പോയി എനിക്കൊരു മോയ്സ്ചറൈസർ വാങ്ങാൻ. പക്ഷെ ആ മോയ്സ്ചറൈസർ അവിടെ ഇല്ല. എന്ത് ചെയ്യാനാ, നീ ഓൺലൈനിൽ ഓർഡർ ചെയ്തേ പറ്റും. പിന്നെ എൻ്റെ ചെറിയ അനിയത്തിക്ക് നമ്മൾ എവിടെയെങ്കിലും പോയാൽ ഓളെ എടുത്തിക്കാൻ പറ്റില്ല, ഓളെ നിലത്തിറക്കണം, അല്ലെങ്കിൽ ഓള് കരിഞ്ഞാട്ടം പൊട്ടിക്കും. നിലത്തിറക്കിയപ്പോഴോ ഓളിങ്ങനെ ഓരോ ഡ്രസ്സ് പിടിച്ച് വലിക്കുക. പിന്നെ അമ്മക്ക് രണ്ടാക്കുമായി പണി. പിന്നെ ഓക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മളിതാ പോകുമ്പോഴാ പെർഫ്യൂമിൻ്റെ ഷോപ്പ്. പിന്നെ എൻ്റെ അമ്മക്കും എനിക്കും എൻ്റെ അനിയത്തിക്കൊക്കെ പെർഫ്യൂം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പെരുന്നാളല്ലേ വരുന്നത്, അപ്പോൾ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് എൻ്റെ അനിയത്തി വേഗം പോയി ഒരു ക്യാൻഡി പറഞ്ഞൊരു ഫ്രേഗ്രൻസ് എടുത്തിട്ട് അടിച്ചിട്ട് പറയും എനിക്കിത് മതിക്കിയത് മതി. അത് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോഴല്ലേ മനസ്സിലായത് അത് മോജിറ്റോൻ്റെ സ്മെല്ലുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ വേറെ വേണോ, എൻ്റെ അമ്മക്കാണെങ്കിൽ വേറെ വേണോ. ഈ കുപ്പിക്കൊക്കെ ആണെങ്കിലോ 99 റുപ്പീസേ ഉള്ളൂ. ഞാനും എൻ്റെ അമ്മ ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ ആയി അവിടെ നിൽക്കുമ്പോഴാണ് ഈ ബോക്സ് കണ്ടത്. ഇതിന് 750 ആണ്. എല്ലാ ഫ്രേഗ്രൻസും ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഈ കുപ്പി എടുക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എടുക്കെടുക്ക് പെർഫ്യൂം അടിച്ചിട്ട് നമുക്ക് മെയിൻ ആവാലോ. ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ പോക്കറ്റ് കൊള്ളുന്ന സൈസ് മാത്രമേ. അപ്പോൾ ഇത് നമ്മളെ ലൈഫ് സ്റ്റൈലിൻ്റെ അടുത്തുള്ള പെർഫ്യൂം സ്റ്റുഡിയോ ആണ്. എല്ലാവരും പോയി നോക്കി, പെരുന്നാളിൽ നമുക്ക് കുറച്ച് മെയിൻ ആവാം. പിന്നെ കുറേ നേരമായാല അലിഞ്ഞു തിരിഞ്ഞ് നടക്കണം. അങ്ങനെ നമ്മളൊരു ഷവർമയും പിന്നെ ഒരു ഷവായും പ്ലേറ്റ് ഓർഡർ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വെൻഡിങ് മെഷീൻ കണ്ടിട്ടതാ എൻ്റെ അനിയത്തി അങ്ങോട്ട് പോയിട്ട് പറയാം നമുക്ക് എന്താ എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. അപ്പം ഉമ്മ അറിയാണ് ഇതെന്ന് വെച്ചെൻ്റെ പൈസ പോയിട്ടുണ്ടെങ്കിൽ ഈ മര്യാദയ്ക്ക് എനിക്ക് പൈസ തരേണ്ടി വരുന്നു. പിന്നെ ഞാൻ പേടിച്ചിട്ടാണ് സാധനങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ ഫസ്റ്റത്തെ വർക്കായതുകൊണ്ട് തന്നെ ഒന്നും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ലേസും പിന്നെ ഒരു മാങ്കൂടി എടുത്ത് ഇതിങ്ങനെ വരുന്നൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇത് സക്സസ് ആയതുകൊണ്ട് തന്നെ ഇനി എപ്പോഴും ഹൈൽമള്ളിൽ വരുമ്പോൾ ഇതിന്ന് ഇരിക്കുക സാധനങ്ങൾ എടുക്കുക എൻ്റെ അനിയത്തി. പിന്നെ ലേസ് തുറന്നു നോക്കിയപ്പോഴോ അതിൽ പകുതിയോളം കാറ്റ് തന്നെ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നെസ്റ്റോയിലേക്ക് പോയി. ഇവിടെ ഇപ്പോൾ വാട്ടർമെലൻ്റെ ഓഫറില്ലേ, 10 റുപ്യക്ക് വാട്ടർമെലൻ കിട്ടുന്നു. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. അങ്ങനെ ഒരു വാട്ടർമെലനും എടുത്ത് നമ്മൾ മെയിനായിട്ട് വാട്ടർമെലൻ എടുക്കാനാണ് പോയത്. ഓരോരുത്തരും ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ സാധനങ്ങൾ ഇടേനു. പിന്നെ നമ്മളൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബായ്.